നമസ്കാരം. പുതുവർഷം സന്തോഷപ്രദമാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം, പുതുവർഷം സന്തോഷപ്രദമാക്കണമെങ്കിൽ സന്തോഷം എവിടെ നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സംശയമില്ല, സന്തോഷം വരുന്നത് അവനവനിൽ നിന്നാണ്. എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ മറ്റൊരാൾക്ക് ദുഃഖമായിട്ട് മാറാം. അപ്പോൾ സന്തോഷം അവനവൻ്റെ മനസ്സിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ സന്തോഷം ഉണ്ടാവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവനവനിൽ നിന്ന് സന്തോഷം ആരംഭിക്കണം. ഈ അവനവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അവനവൻ അന്തര്യാമിയായ ഭഗവാനാണ്. ഭഗവാൻ അന്തര്യാമിയാണ്. നമ്മുടെ അകത്തുണ്ട് ഭഗവാൻ. ആ അകത്തുള്ള ഭഗവാൻ വിചാരിക്കണം സന്തോഷം ഉണ്ടാവണമെങ്കിൽ. ഇപ്പോൾ രസമായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ ഈ പൂജ ചെയ്യുമ്പോൾ ആദ്യം ദേഹശുദ്ധി, പിന്നെ ശംഖപൂരണം, പിന്നെ ആത്മാരാധന, അങ്ങനെ ഒരു 3 ഭാഗമുണ്ട്. അപ്പോൾ അതിൽ ഈ ആത്മാരാധനയിൽ അവനവനെ തന്നെ പൂജിക്കുകയാണ്. അതായത് ദേവനെ പൂജിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ പൂജകന്മാരും അവനവനെ തന്നെ പൂജിക്കും. അതിന് 3 മന്ത്രമാണ് ഉള്ളത്. ആ മന്ത്രം കൊണ്ടാണ് ചന്ദനം തൊടുന്നതും സ്വന്തമായിട്ട് പൂ ചൂടുകയും ചെയ്യും. ഒന്ന് ആത്മനേ നമ, ഒന്ന് പരമാത്മനേ നമ, മറ്റത് അന്തര്യാത്മനേ നമ. ഓം ആത്മനേ നമ, ഓം പരമാത്മനേ നമ, ഓം അന്തര്യാത്മനേ നമ. ഇങ്ങനെ 3 മന്ത്രങ്ങളെ കൊണ്ട് അവനവനെ തന്നെ പൂജിക്കും. ഇവിടെയാണ് ഈ അന്തര്യാമിയായ ഭഗവാന്റെ ഒരു വലിയ പ്രാധാന്യം. ആ ഭഗവാൻ വിചാരിക്കാതെ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. അന്തര്യാമിയായ ആ ഭഗവാൻ സന്തോഷിക്കണമെങ്കിൽ എന്ത് വേണം? പരിപൂർണമായ ശരണാഗതിയാണ് വേണ്ടത്. ആ ഭഗവാനെ തന്നെ പരിപൂർണമായി ശരണമടഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളും സന്തോഷമായിട്ട് മാറും. ദുഃഖം നമ്മളെ സ്പർശിക്കില്ല. ദുഃഖം അതിൻ്റെ വഴിക്ക് പോകും. കാരണം നമ്മൾ ചേർന്ന് നിൽക്കുന്നത് ഭഗവാനോട് കൂടിയാണ്. ദുഃഖത്തിൻ്റെ എത്ര കൊടുങ്കാറ്റ് വന്നാലും ആ നമ്മുടെ വിശ്വാസമാകുന്ന ആ വലിയ ഗിരിശൃംഗം, ആ കൊടിമുടി ആ മലയിൽ തട്ടി അത് നിഷ്പ്രഭമായിട്ട് പോകും. മറിച്ച് നമ്മുടെ വിശ്വാസം ഒരു മലയോളമല്ല, ഒരു ചെറിയ കരിയിലയുടെ അത്രയേ ഉള്ളുവെങ്കിൽ ആ ദുഃഖത്തിൻ്റെ കൊടുങ്കാറ്റ് നമ്മളെ എടുത്ത് മറിക്കും. അതുകൊണ്ട് ദുഃഖമാവുന്ന കൊടുങ്കാറ്റിനെ നേരിടാൻ നമ്മൾ വിശ്വാസത്തിൻ്റെ കൊടുമുടികളായിട്ട് മാറുക. ഏത് ദുഃഖത്തിലും എന്നെ സഹായിക്കാൻ എൻ്റെ ഈശ്വരനുണ്ട്, എൻ്റെ ഭഗവാനുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും സന്തോഷത്തെ ബഹിർഗമിക്കും. ആ സന്തോഷം പുറത്തേക്ക് വരും. ആ ശാന്തത നിങ്ങൾക്ക് അനുഭവപ്പെടാം. എന്തൊക്കെ സംഭവിച്ചോട്ടെ. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു ചെറിയ കഥ തന്നെ ഉണ്ടല്ലോ. ഒരു വിമാനം ഇങ്ങനെ ആടി ഉലയുമ്പോൾ എല്ലാവരും കരയുമ്പോൾ ഒരു ചെറിയ കുട്ടി മാത്രം കരയാതിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ആ കുട്ടിയോട് വിമാനം താഴ്ത്തിറങ്ങി കഴിയുമ്പോൾ ആ കുട്ടിയോട് ചോദിച്ചു, എന്താ പേടിച്ചില്ലേ, കുട്ടി മാത്രം എന്താ കരയാണ്ടിരുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ആ കുട്ടി മറുപടി പറയും, എനിക്ക് ഒരു പേടിയില്ല, കാരണം പൈലറ്റ് എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛനെ എനിക്ക് അത്ര വിശ്വാസമാണ്. ഇത് തന്നെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിലും. എത്രയൊക്കെ ദുഃഖങ്ങളോ എത്രയൊക്കെ പ്രതികൂല സാഹചര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാലും ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട്, ഭഗവാൻ എന്നെ കൈവിടില്ല എന്ന വിശ്വാസം നിങ്ങളെ എല്ലാ ദുഃഖത്തിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും. അതുകൊണ്ട് ഈ പുതുവർഷം സന്തോഷപ്രദമാക്കണമെങ്കിൽ അചഞ്ചലമായ ഭക്തി ഭഗവത് പാദത്തിൽ വേണം. അചഞ്ചലമായ സ്മരണ ആ ഭഗവാനെക്കുറിച്ച് ഉണ്ടാവണം. നിരന്തര സ്മരണ, അചഞ്ചല ഭക്തി, ഇതൊക്കെ ആ നമ്മുടെ ഇഷ്ടദേവനെക്കുറിച്ചുണ്ടെങ്കിൽ ദുഃഖം മാറി നിൽക്കും. പലപ്പോഴും പലരും പല പല കാര്യങ്ങൾക്കായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമിച്ചുകൊണ്ട് ഈ ജ്യോതിഷം പ്രശ്നം വയ്ക്കണം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് നിങ്ങൾ ഇത്ര വിഷമിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ഈശ്വരനെ വിശ്വാസമില്ലേ? നിങ്ങളുടെ ഗുരുവായൂരപ്പനെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ?
നിങ്ങളുടെ ചോറ്റാനിക്കരമ്മയെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? മൂകാംബികാ ദേവിയെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? നിങ്ങളുടെ ഇഷ്ടദൈവം ആരായിക്കോട്ടെ, നിങ്ങൾക്ക് അവരിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഒട്ടും ഭയപ്പെടേണ്ട. നിങ്ങളുടെ ജീവിതയാത്ര സുരക്ഷിതമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പുതുവർഷം സന്തോഷപ്രദമാക്കാൻ വേണ്ടത് ഈശ്വരനിൽ പരിപൂർണമായ ശരണാഗതിയും അചഞ്ചലമായ വിശ്വാസവും ഭഗവാനെ പറ്റിയുള്ള നിരന്തരമായ സ്മരണകളും. ഇനി മറ്റൊന്ന് പറയാം. അത് നമ്മളുടെയൊക്കെ ഇടയിൽ പൊതുവെ ഇപ്പം ധാരാളമായിട്ട് വരുന്നൊരു കാര്യമാണ് നെഗറ്റീവായിട്ട് ചിന്തിക്കുക. ദോഷങ്ങൾ, എന്തെങ്കിലും അപകടം വരുമോ, ആൻസൈറ്റി ഉണ്ട്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ട്, എന്തൊക്കെയാ മനുഷ്യർ ആലോചിച്ച് പോകണമെന്ന് ചോദിച്ചാൽ ഒരു കൈയും കണക്കില്ല. അങ്ങനെ ആലോചിക്കാതിരിക്കുക, ശുഭമായിട്ട് ചിന്തിക്കുക. ശുഭമായിട്ടുള്ള ചിന്തകൾ. അതേപോലെ തന്നെ നമ്മൾ ഏതു കാര്യവും നന്മയുടെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുക. നന്മയുടെ കണ്ണുകളിലൂടെ നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണുക. നമ്മൾക്ക് ഇടപെടാൻ വയ്യാത്ത കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാതിരിക്കുക. നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത കുറേ കാര്യങ്ങൾ, അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ച് വിഷമിക്കുക. അതിനെക്കൊണ്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കണോ? എനിക്കറിയാം കുറേ ആൾക്കാർക്ക് ഭയങ്കര ടെൻഷനാണ്. എന്തിനാ ഇപ്പോൾ അവർ ടെൻഷനായ റഷ്യ ഉക്രൈൻ യുദ്ധം നിർത്തുമോ? ഒരു ആവശ്യമില്ല. അതേപോലെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വലിയൊരു കൊടുങ്കാറ്റ് വരണു, അല്ലെ വെള്ളപ്പൊക്കം വരണു, നമ്മൾ ജാഗ്രതയായിട്ട് മുൻകരുതലെടുക്കണം. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി ഉത്കണ്ഠപ്പെട്ട് വിഷമിച്ചിട്ട് എന്താ കാര്യം? നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് നമ്മൾ വിഷമിക്കാതിരിക്കുക. അതൊക്കെ ഭഗവാന് വിട്ടുകൊടുക്കുക. ഭഗവാൻ അതൊക്കെ നോക്കിക്കോളും. കൂടുതലായിട്ട് നമ്മൾ വല്ലാണ്ട് കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട ഒന്നും വേണ്ട. ഭഗവാന്റെ കയ്യിൽ നമ്മളും നമ്മളുടെ പ്രിയപ്പെട്ടവരും നമ്മുടെ കുടുംബവും എല്ലാം സുരക്ഷിതമാണ് എന്ന് വിശ്വസിക്കുക. നമ്മുടെ സന്തോഷത്തിൻ്റെ ആവിർഭാവം, നമ്മുടെ സന്തോഷങ്ങളെല്ലാം നിലകൊള്ളുന്നത് ആ ഭഗവാനിൽ ആണെന്ന് നമ്മൾ വിശ്വസിക്കുക. അതേപോലെ ആധ്യാത്മികമായ ജ്ഞാനം നേടാൻ ഈ വർഷം നിങ്ങൾ ശ്രമിക്കുക. ജ്ഞാനത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. പലപ്പോഴും നമ്മൾക്ക് കാണാൻ കഴിയും എല്ലാവർക്കും ഭക്തിയുണ്ട്. പക്ഷേ അതിപ്പോൾ കാമ്യഭക്തി ആയിക്കോട്ടെ, നിഷ്കാഭക്തി ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഭക്തിയുണ്ട്. പക്ഷേ ജ്ഞാനമില്ല. ജ്ഞാനമില്ലാത്ത ഭക്തി കൊണ്ട് വലിയ കാര്യമില്ല. അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നത് ജ്ഞാനമുത്തമം. ജ്ഞാനം ഉത്തമമാണെന്ന് വിഷ്ണു സഹസ്രനാമത്തിൽ പറയണം. ഇതിനൊരു കഥയുണ്ട്. രാമചരിതമാനസ് ആ കബീർദാസ് അദ്ദേഹത്തിൻ്റെ ഗുരുവിനോട് ചോദിക്കും, ഈ ഗംഗയിൽ കുളിച്ചാൽ മോക്ഷം കിട്ടുമെന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരു പറയും, ഗംഗയിൽ കുളിച്ചാൽ മോക്ഷം കിട്ടും, എന്താ കബീർ, എന്താ ഒരു സംശയം എന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഈ ഗംഗയിൽ എത്രയോ മീനുകളുണ്ട്, എത്രയോ ജലജീ തവളകളുണ്ട്, ഇതിനൊക്കെ മോക്ഷം കിട്ടണ്ടേ? ഇതിനൊന്നും മോക്ഷം കിട്ടണില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരു പറയും, ഗംഗയിലുള്ള മീനുകൾക്ക് മോക്ഷം കിട്ടും, പക്ഷെ ആ മീനുകൾക്ക് ജ്ഞാനമുണ്ടാവണം. ഞാൻ മോക്ഷദായിനിയായ ഗംഗയിലാണ് ജീവിക്കുന്നത്, എനിക്കിനി ഒരു ജന്മമില്ല എന്ന ജ്ഞാനം ആ മീനുകൾക്ക് എപ്പോൾ വരുന്നുവോ അപ്പോൾ ആ സമയത്ത് മോക്ഷം കിട്ടും. അങ്ങനെ അല്ല എങ്കിലോ ഗംഗയിൽ മീനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വീണ്ടും അനവധി ജന്മങ്ങളിലൂടെ കടന്നു പോകേണ്ട വരും. ജ്ഞാനം അങ്ങനെയാണ്. സങ്കല്പങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. വീണ്ടും കബീർ ചോദിക്കാനുണ്ട്, നിങ്ങൾ കല്ലിനെ പൂജിച്ചാൽ ഫലം കിട്ടുമെങ്കിൽ ഞാൻ പർവ്വതത്തെ പൂജിക്കാം, എനിക്ക് കൂടുതൽ ഫലം കിട്ടണ്ടെന്ന് കബീറിൻ്റെ ചോദ്യമാണ്. കബീർ വല്ലാത്തൊരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരുവും അങ്ങനെ തന്നെ ഒരാളായിരുന്നു. അപ്പോൾ കബീറിനെയും അദ്ദേഹത്തിൻ്റെ ഗുരുവിനെയും പറ്റി വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അദ്ദേഹം പറയും, നീ കല്ലിനെ ഈശ്വരനായി സങ്കല്പിച്ച് പൂജിച്ചാൽ നിനക്ക് ആ ഫലം കിട്ടും. നീ പർവ്വതത്തെ ഈശ്വരനായി പൂജിച്ചാൽ തീർച്ചയായും നിനക്ക് ഫലം കിട്ടും. അതല്ലാതെ നീ വെറുതെ പർവ്വതത്തെ പൂജിച്ചാൽ നിനക്കൊരു ഫലവും കിട്ടില്ല. സങ്കല്പത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം തന്നെ ശുഭമായിട്ട് നല്ല കാര്യങ്ങൾ പ്രാർത്ഥിക്കണം, ധാർമ്മികമായ കാര്യങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം പല ക്ഷേത്രങ്ങളും നമ്മുടെ ആത്മാവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് തന്നെ വരും, അത് തന്നെ തിരിച്ചു വരും. നമ്മളൊരാൾ നശിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ നമ്മൾ തന്നെ നശിക്കും. ഒരാൾക്ക് രോഗം വരണമെന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് തന്നെ രോഗം വരും. അങ്ങനെയാണ് ഈശ്വരൻ, അങ്ങനെയാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം നിങ്ങളുടെ ചിന്തകളെ സശ്രദ്ധം നിങ്ങൾ നിരീക്ഷിച്ച് ശുഭമായ ചിന്തകൾ നിങ്ങൾ ചിന്തിക്കുക. ഈശ്വരനിൽ ശരണാഗതി അടയുക. അചഞ്ചലമായ വിശ്വാസം ഭഗവാനിൽ ഉണ്ടാവണം. സദാ ഈശ്വര സ്മരണം ഉണ്ടാവണം. സന്തോഷിക്കാൻ കിട്ടുന്ന ഒരവസരവും നഷ്ടപ്പെടുത്തരുത്. ചിരിക്കുക, സന്തോഷിക്കുക. ഈ വർഷം സന്തോഷത്തിൻ്റേതായിട്ട് മാറട്ടെ. നമസ്കാരം.